ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ബ്ലൗസിൻ്റെ കൈകൾ പഫ് കൈയും അതേപോലെ സാധാരണ കൈയും എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ബ്ലൗസിൻ്റെ കൈയിൻ്റെ ഇറക്കം ഇപ്പോൾ തന്നിട്ടുള്ളൊരു ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് കൈ ഇറക്കം എടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഇറക്കം 5.5 ഇഞ്ചാണ്. അപ്പോൾ മടക്കി അടിക്കാൻ 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് എടുക്കണം. അപ്പോൾ ഇവിടെ ഈ സൈഡിലാണ് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഈ അളവാണ്. ഇവിടുന്ന് ഈ കയ്യിൻ്റെ ഇതുവരെയുള്ള അളവ് അതിങ്ങനെ നമുക്കൊന്ന് നോക്കി നോക്കാം എത്ര ഉണ്ട് എന്നുള്ളത്. അതൊരു 9 ഇഞ്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ അളവ് ഇവിടെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇത് 4 ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ടാണ് കട്ട് ചെയ്യുക സാധാരണ ഇങ്ങനെ. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ തുണി കുറവായതുകൊണ്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ അളവ് എടുക്കുക. 9 ഇഞ്ച്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. തുമ്പിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പം 10 ഇഞ്ച് എടുക്കുക. ഇനി നമ്മൾ ഇതിനെ ഒരു ബോക്സ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക. ഇനി വേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ആദ്യം ഇവിടെ ഒരു അളവ് എടുത്തില്ലേ, 9 ഇഞ്ച് കൈയിൻ്റെ ഇവിടുന്ന് ഇതുവരെയുള്ള അളവ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയില്ലേ. ഇതൊന്നിങ്ങനെ അടയാളപ്പെടുത്തിയാൽ നല്ലതാണ്. ഇങ്ങനെ വരച്ചു കൊടുത്താൽ നല്ലതാണ്. ഇനി ഈ അളവ് എത്രയാണോ അതിൻ്റെ പകുതി ഇവിടെ എടുക്കുക. അപ്പം ഇവിടെ വരുന്നത് 6.5 അല്ലേ. അപ്പോൾ ഇവിടെ ഈ താഴത്തുനിന്ന് എടുക്കണം 3.25. മുകളിൽ നിന്നല്ല എടുക്കുക, ഈ താഴത്തുനിന്ന് ഇവിടുന്ന് 3.25 ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഈ മുകളിൽ നിന്ന് ഇങ്ങനെ ഇതിലേക്ക് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കൈ ലൂസ് എത്രയാണ് നോക്കുക. കൈയിൻ്റെ ലൂസ് 6.5 വരുന്നുണ്ട്. അതിവിടെ അടയാളപ്പെടുത്തുക 6.5. ഇനി ഇവിടുന്ന് ഈ കൈയിൻ്റെ ഇവിടുത്തെ മണ്ണുണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. തുന്നൽ തുമ്പിന് നമ്മൾ 1 ഇഞ്ച് വിടണ്ടല്ലോ ഇവിടെ. ആ തുന്നൽ തുമ്പിന് 1 ഇഞ്ചും ഇവിടെ ഇങ്ങനെ വിടുക. 1 ഇഞ്ച്. അപ്പോൾ ഇവിടുന്ന് ഇതിലേക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ കൈ റെഡി. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മളെ ഈ ബ്ലൗസിൻ്റെ കൈ ഇതാ കറക്റ്റായിട്ട് കട്ട് ചെയ്തു. നമ്മളെ ബ്ലൗസിൻ്റെ ഇതുണ്ട് കട്ട് ചെയ്തത് കറക്റ്റ് ആ തുമ്പിൽ തന്നെ വരുന്നുണ്ട്. ഇങ്ങനെ വരും. ഇത് മടക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പോൾ ഇവിടേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങോട്ടാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ അടുത്തത് പഫ് കൈ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് നേരത്തെ സാധാ കൈ കട്ട് ചെയ്തതാണ്. ഇനി ഇതിന്ന് പഫ് കൈ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഫിന് വേണ്ട എക്സ്ട്രാ എത്ര വേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഇതിലെടുക്കുന്ന 3 ഇഞ്ച് മേലൊക്കെയാണ് പഫിന് വേണ്ടത്. പഫിന് വേണ്ടത് എടുത്തതിന് ശേഷം നമ്മൾ ഈ കൈ ഉണ്ടല്ലോ, ഈ കൈയിൻ്റെ അളവിന് ഇങ്ങനെ കൊണ്ടുവരിക ചെയ്യുക. ഇതേ അളവിനല്ലേ. പഫ് എത്ര വേണ്ട വെച്ചാൽ അത്ര. ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ പഫ് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കണം. കൈയിൻ്റെ അളവ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ
ഇത്രയും ഭാഗം ഒരു ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച് വരെ, മേലയ്ക്ക് ഒരു 3, ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഞെറിവാണ് ഇടുന്നത് വെച്ചാൽ അത്രയ്ക്ക്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ കൈ കറക്റ്റായിട്ട് ഉണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് കറക്റ്റായിരിക്കണം. ഇവിടുന്ന് ഇതുവരെ പഫ് ഇടാം. ഇങ്ങനെയാണ് പഫ് കൈ കട്ട് ചെയ്യുക. ഇതിങ്ങനെ ഫുള്ള് ഞെറിവ് പോകും. ഇങ്ങനെ ഞെറിവ് പോയി കഴിഞ്ഞാൽ നമ്മളെ കൈ കറക്റ്റായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.